DIY Everything Homemade Craftsന്റെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഒറിഗാമി ഹേർട്ട് വിത്ത് മെസ്സേജ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരിക. നമ്മൾ ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരു മാജിക് ഫോട്ടോ ഫ്രെയിമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വരുന്ന വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടോ അല്ലെങ്കിൽ വെഡ്ഡിങ് പ്രസൻ്റ് ആയിട്ടൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റമാണ് ഈ ഒരു ഫോട്ടോ ഫ്രെയിം. നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു മാജിക് ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരേ സൈസുള്ള 2 ഫോട്ടോസ് നമുക്ക് ആവശ്യമുണ്ട്. ഞാനിവിടെ 26 സെൻറ്റിമീറ്റർ ലെങ്ത്തും 20 സെൻറ്റിമീറ്റർ വിട്ടുള്ള 2 ഫോട്ടോസാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 ഫോട്ടോസിനെയും 2 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള 13 പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ 2 ഫോട്ടോസും ഈക്വലായിട്ട് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓരോ പീസസും കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ 2 ഫോട്ടോസും ഈക്വലായിട്ട് കട്ട് ചെയ്ത് ആ ഒരു സെയിം ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക. കാരണം നമുക്കിത് എടുത്ത് പേസ്റ്റ് ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫോട്ടോസ് ഒട്ടിക്കാനുള്ള ബേസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 13 പീസസിനെയും ഒട്ടിക്കാൻ വേണ്ടി 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പേപ്പറിൻ്റെ 2 സൈഡിലും 2 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ലീവ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ ലെങ്ത്ത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 54 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പീസിനെ സിക്സാഗ് പോലെ മടക്കണം. ഇപ്പോൾ ഫസ്റ്റത്തെ 2 പീസസ്, അതായത് ഫസ്റ്റത്തെ 4 സെൻറ്റിമീറ്റേഴ്സ് നമ്മൾ ഒരേ സൈഡിലേക്ക് മടക്കുക. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ സിക്സാഗ് പോലെ മടക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു ഷീറ്റിനെ സിക്സാഗ് ചെയ്ത് മടക്കിയ ശേഷം നമ്മുടെ ഫോട്ടോസ് നമുക്ക് ഒട്ടിച്ചു തുടങ്ങാം. ഇനി ഇതെങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷീറ്റിൻ്റെ ഫസ്റ്റ് 2 സെൻറ്റിമീറ്റർ ജസ്റ്റ് ലീവ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഫോട്ടോയുടെ ഫസ്റ്റ് പീസ് എടുത്തിട്ട് ഒട്ടിക്കണം. എന്നിട്ട് സെക്കൻഡ് നമ്മൾ ഒട്ടിക്കേണ്ടത് നമ്മുടെ സെക്കൻഡ് ഫോട്ടോയുടെ ഫസ്റ്റ് പീസാണ്. അതായത് നമ്മളിവിടെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഒട്ടിക്കുന്നത്.
അങ്ങനെ നമ്മുടെ ഫോട്ടോ പീസസിനെ എല്ലാം ആ ഒരു ഷീറ്റിലേക്ക് ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിമിനെ ഉണ്ടാക്കണം. ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫോട്ടോ ഒട്ടിക്കാനുള്ള ഒരു ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 36.5 സെൻറ്റിമീറ്റർ ലെങ്ത്തും 24 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഉള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ട് ഫുള്ളി കവർ ചെയ്തേക്കുവാണ്. കാർഡ്ബോർഡിനെ നമ്മൾക്ക് ഓൾറെഡി കവർ ചെയ്യാനൊക്കെ നമുക്കറിയാം, അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ബോർഡർ വരയ്ക്കണം ഈ ഒരു ബേസിന്. അപ്പോൾ അതിന് ടോപ്പ് ആൻഡ് ബോട്ടം നമ്മൾ 2 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ ബോർഡറുമാണ് വരയ്ക്കുന്നത്. ഈ ഒരു 4 ബോർഡേഴ്സും ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോ ഇതിലൊട്ടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോനെ ആ ഒരു ബേസിലേക്ക്, അതായത് ആ ഒരു ഫ്രെയിമിലേക്ക് ഒട്ടിക്കുക. നമ്മൾ ഈ ഒരു ഫോട്ടോനെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ആ ഒരു ഷീറ്റിൽ ഒരു 2 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു സ്പേസ് നമ്മൾ വിട്ടിരുന്നു. അപ്പോൾ ആ ഒരു സ്പേസ് നമ്മൾ ഉള്ളിലേക്ക് കവർ ചെയ്യുന്ന രീതിക്ക് ഒട്ടിക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഇതിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു പോവുക. ഈ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് തന്നെ ഒട്ടിക്കണം എന്നില്ല, നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഗ്ലൂ ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഒട്ടിച്ച് നമ്മുടെ ഫോട്ടോയുടെ എൻഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ജസ്റ്റ് ഒരു 2 സെൻറ്റിമീറ്റർ ലീവ് ചെയ്തിട്ടുണ്ട്. അതും ഉള്ളിലേക്ക് ഒട്ടിച്ചിട്ട് വേണം നമ്മൾ ലാസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ലവ്ലി ഫോട്ടോ ഫ്രെയിം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് നിങ്ങളുടെ ലവ്ഡ് വൺസിന് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരുടെ സജഷൻസൊക്കെ ഒന്ന് പറയുക. അപ്പോൾ ഇനിയും ഞങ്ങൾ നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതാണ്. കൂടാതെ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.